സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ടെങ്കിലും ഇന്ന് രാജ്യത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വയനാട്. മലയോര കാർഷിക മേഖലകൾ ഉൾക്കൊള്ളുന്ന വയനാട് മണ്ഡലം 3 ജില്ലകളിലായി പരന്നുകിടക്കുന്നു. സംസ്ഥാനത്ത് 3 ജില്ലകളിലെ അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഏക ലോക്സഭാ മണ്ഡലവും വയനാടാണ്. രൂപീകരിച്ച അന്നു മുതൽ കോൺഗ്രസിനെ തുണയ്ക്കുന്ന വയനാട്ടിൽ ഇത്തവണ 14.29 ലക്ഷം സമ്മതിദായകരാണുള്ളത്. വയനാട് ജില്ലയിലെ മണ്ഡലങ്ങൾക്ക് പുറമെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. 7,05,128 പുരുഷന്മാരും 7,24,637 സ്ത്രീകളും 14 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 14.29 ലക്ഷം പേർക്കാണ് വോട്ടവകാശമുള്ളത്. 7 മണ്ഡലങ്ങളിൽ 4 UDF-നും 3 LDF-നുമാണ് മേൽക്കൈ. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, വണ്ടൂർ, ഏറനാട് എന്നിവിടങ്ങളിൽ UDF-ഉം മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂർ എന്നിവിടങ്ങളിൽ LDF-നുമൊപ്പമാണ്. 2009 വയനാട് മണ്ഡലം നിലവിൽ വന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി AI ഷാനവാസ് റെക്കോർഡ് വോട്ടിനാണ് വിജയം നേടിയത്. ആദ്യ തവണ തന്നെ കോൺഗ്രസ് ഭൂരിപക്ഷം 1.5 ലക്ഷം കടന്നു. അത്തവണ കോൺഗ്രസ് വിട്ട് NCPയിൽ ചേക്കേറിയ K മുരളീധരൻ 1 ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയിട്ടും കോൺഗ്രസ് വിജയത്തിന്റെ മാറ്റു കുറഞ്ഞില്ല. CPI സ്ഥാനാർത്ഥി M റഹ്മത്തുള്ള 2.5 ലക്ഷം വോട്ടുകൾ നേടി. 2019 തെരഞ്ഞെടുപ്പിലും ഷാനവാസ് തന്നെ UDF സ്ഥാനാർത്ഥി. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല രണ്ടാം തവണ. സ്വതന്ത്രരുൾപ്പെടെ 15 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ഷാനവാസ് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം 20,000-ൽ ഒതുങ്ങി. CPI സ്ഥാനാർത്ഥി സത്യൻ മൊകേരി അത്തവണ വോട്ട് വിഹിതം 3.5 ലക്ഷമായി ഉയർത്തി. 2019 വയനാട് മണ്ഡലം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നത്. അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതോടെ മണ്ഡലം രാജ്യശ്രദ്ധ നേടി. സിറ്റിംഗ് സീറ്റായ അമേഠിയിലെ രാഹുലിന്റെ വിജയം ചോദ്യചിഹ്നമായി മാറിയതോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണുകൾ വയനാട് മണ്ഡലത്തിൽ പതിയുന്നത്. രാഹുലിന്റെ വരവിനെ സംസ്ഥാന നേതൃത്വം ആവേശത്തോടെ വരവേറ്റു. 2019 20 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായത്. കോൺഗ്രസിന്റെ കോട്ടയിൽ രാഹുലിന്റെ വിജയം ഉറപ്പായിരുന്നുവെങ്കിലും നേടിയ ഭൂരിപക്ഷം എതിരാളികളെ പോലും ഞെട്ടിച്ചു. സംസ്ഥാനം ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് മണ്ഡലം പ്രിയ നേതാവിന് നൽകിയത്. 64.94% വോട്ടുകൾ നേടിയ രാഹുലിന്റെ വിജയം 4,31,770 വോട്ടുകൾക്കായിരുന്നു. രാഹുലിന്റെ വരവ് വയനാടിന് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് തരംഗത്തിനും വഴിയൊരുക്കി. BJPക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല. വോട്ടുകൾ എണ്ണത്തിൽ 2014 കുറവുണ്ടായിരുന്നു 2019 NDAക്ക്. 2009 BJPയുടെ വോട്ട് 31,687 ആയിരുന്നുവെങ്കിൽ 2014 അത് 80,000 കടന്നു. രാഹുൽ തരംഗത്തിൽ BJP സീറ്റ് NDA സഖ്യകക്ഷിയായ BDJS-ന് നൽകി. മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത് 78,816 വോട്ടുകൾ മാത്രം. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 80.2%. 2016 തെരഞ്ഞെടുപ്പിൽ ഇത് 78.5%. ഒരിക്കൽ പോലും വിജയം ഒപ്പം നിന്നിട്ടില്ലാത്ത മലയോര മണ്ണിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. UDF ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടാൻ ഇടയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഇത്തവണയും റെക്കോർഡ് വിജയമുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ്.